ഹായ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ചെറിയ ചെറിയ രാജവംശങ്ങളെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ രാജവംശങ്ങൾക്കെല്ലാം മുന്നേ ഭരിച്ചിരുന്ന രാജവംശങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതൊരു 600 BC മുതൽ 321 BC വരെയുള്ള രാജവംശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് രാജവംശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു 2-3 രാജവംശങ്ങളാണ് ഉള്ളത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കാനുള്ള, പ്രയോറിറ്റി കൊടുത്ത് നോക്കി വെക്കാനുള്ളത് ഒരു 2 എണ്ണം മാത്രമാണ് ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു പോയിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ 600 BC മുതൽ 361 BC വരെയുള്ള നമ്മളുടെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് രാജവംശങ്ങൾക്ക് പറയുന്ന പേരാണ് മഹാജനപദങ്ങൾ. ഓക്കെ, ഈ മഹാജനപദ എന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മഹത്തായ രാഷ്ട്രങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. മിക്കവാറുമുള്ള എല്ലാ മഹാജനപദങ്ങളും ഒരു തലസ്ഥാന നഗരത്തിന് ചുറ്റുമായിട്ടാണ് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു തലസ്ഥാനങ്ങളിൽ പലതും കോട്ടയെല്ലാം കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗംഗാ സമതലത്തിലെ ഗോത്രങ്ങളുടെ സംഘം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഗണസംഘം എന്നുള്ള പേരിലാണ്. ആ ഗണസംഘങ്ങൾ കൂടിച്ചേർന്നാണ് മഹാജനപദങ്ങളായിട്ട് രൂപം കൊണ്ടിരിക്കുന്നത്. അങ്ങനെ BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് 16 എണ്ണം ആയിരുന്നു. അത് ഏതൊക്കെയാണ് എന്ന് ഉള്ളത് ഞാൻ ജസ്റ്റ് പേരുകൾ പറഞ്ഞു പോവാം. ആദ്യത്തേത് ഗാന്ധാരം, കാംബോജം, അസ്മകം, വത്സ, അവന്തി, സൂരസേന, ചേതി, മല്ല, കുരു, മത്സ്യ, വജ്ജി, അംഗം, കാശി, കോസലം, മഗധ, പാഞ്ചാലം എന്നിവയാണ് ഈ 16 മഹാജനപദങ്ങൾ എന്നുള്ളത് അറിയപ്പെടുന്നത്. ഓക്കെ, ഗാന്ധാരം എന്നതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തക്ഷശില എന്നാണ്. സൂരസേനയുടെ തലസ്ഥാനമായിരുന്നു മധുര. കാശി എന്ന മഹാജനപദത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ബനാറസ്, അതും വാരണാസിയും. ഇനി മഗധയുടെ തലസ്ഥാനം രാജഗ്രഹവും പാടലിപുത്രവുമായിരുന്നു. പിന്നെ പാഞ്ചാലം എന്ന മഹാജനപദത്തിൻ്റെ തലസ്ഥാനം അഹിഛത്ര, അതുപോലെ കാംപില എന്നിവ ആയിരുന്നു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള മറ്റു രാജവംശങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ മഗധ സാമ്രാജ്യത്തിലുള്ള ഹര്യങ്ക രാജവംശം, ശിശുനാഗ രാജവംശം, അതുപോലെ മൗര്യ സാമ്രാജ്യം, അതുപോലെ സുംഗവംശം, കണ്വ വംശം, ശതവാഹനന്മാർ, കുഷാന സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം, ഹൂണന്മാർ, ചാലൂക്യന്മാർ, പ്രതിഹാരന്മാർ, ഓക്കെ എന്നിവയെ കുറിച്ചെല്ലാം നമ്മൾ കൂടുതലായിട്ടും ഇവരുടെ പേരുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ മഗധ സാമ്രാജ്യം. മഗധ സാമ്രാജ്യം നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു നമ്മളുടെ ഇപ്പോഴുള്ള ബീഹാർ. അന്നറിയപ്പെട്ടിരുന്നത് പാട്ന എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ മഗധ സാമ്രാജ്യം നിലനിന്നിരുന്ന പ്രദേശമാണ് പാട്ന. രാജഗ്രഹമായിരുന്നു മഗധ സാമ്രാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനം. ഇനി പ്രാചീന കാലത്ത് ഗിരിവജ്ര എന്നായിരുന്നു ഈ രാജഗ്രഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മഗധ സാമ്രാജ്യത്തിൻ്റെ പിൽക്കാല തലസ്ഥാനമായിരുന്നു പാടലിപുത്രം. ഇനി മഗധ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള തെളിവ് ലഭിച്ചിരുന്ന പ്രാചീന ഗ്രന്ഥങ്ങൾ രാമായണവും മഹാഭാരതം എന്നിവയെല്ലാം ആയിരുന്നു. ഇനി മഗധ സാമ്രാജ്യം ഭരിച്ചിരുന്ന ആദ്യ പ്രമുഖ രാജവംശമായിരുന്നു ഹര്യങ്ക രാജവംശം. ഓക്കെ, അതുപോലെ ബാക്കി മറ്റു രാജവംശങ്ങളായിരുന്നു ശിശുനാഗ വംശവും നന്ദവംശവും. അപ്പം മഗധ ഭരിച്ച പ്രധാന രാജവംശങ്ങളായിരുന്നു ഹര്യങ്ക വംശം, ശിശുനാഗ വംശം, നന്ദവംശം എന്നിവ. അല്ല, ഹര്യങ്ക രാജവംശം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് ബിംബിസാരനായിരുന്നു. ഇതെല്ലാം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. നോട്ട് ചെയ്ത് വെക്കുന്നവർ നോട്ട് ചെയ്ത് വെക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഓക്കെ, ഇത് ഞാൻ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് ഞാൻ പറയില്ല. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ അടുത്ത ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് പറഞ്ഞു പോവാൻ. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ കൂടി ഒന്ന് നന്നായി തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പം മഗധ സാമ്രാജ്യത്തിൽ ഭരണം നടത്തിയിട്ടുള്ള ഒരു പ്രമുഖ രാജവംശമായിരുന്നു ഹര്യങ്ക രാജവംശം എന്നുള്ളത് പറഞ്ഞു. അത് സ്ഥാപിച്ചത് ബിംബിസാരനാണ്. ഈ വർദ്ധമാന മഹാവീരന്റെയും ശ്രീബുദ്ധന്റെയും എല്ലാം സമകാലികനായിരുന്നു ബിംബിസാരൻ.
അതുപോലെ ബുദ്ധന്റെ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയാണ് ബിംബിസാരൻ. ഇനി ചരിത്രകാരന്മാർ പരാക്രമി എന്ന് വിശേഷിപ്പിച്ച മഗധ രാജാവായിരുന്നു അജാതശത്രു. കാശിയും കോസലവും പിടിച്ചെടുത്ത മഗധ രാജാവാണ് അജാതശത്രു. ഇനി പാടലിപുത്ര നഗരത്തിന്റെ സ്ഥാപകനായിരുന്നു ഉദയൻ. ഇനി പ്രമുഖനായിട്ടുള്ള അവസാനത്തെ ഹര്യങ്ക രാജാവാണ് ഈ പാടലിപുത്രം സ്ഥാപിച്ചിട്ടുള്ള ഉദയൻ. ഇനി അവസാന ഹര്യങ്ക രാജാവായിരുന്നു നാഗദശകൻ. നാഗദശകനാണ് അവസാനത്തെ ഹര്യങ്ക രാജാവ്. എന്നാൽ പ്രമുഖനായ അവസാനത്തെ ഹര്യങ്ക രാജാവായിരുന്നു പാടലിപുത്ര സ്ഥാപകനായിട്ടുള്ള ഉദയൻ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മഗധ സാമ്രാജ്യം ഹര്യങ്ക വംശവും ശിശുനാഗ വംശവും നന്ദ വംശവുമാണ് എന്നുള്ളതിൽ. അല്ലെ അടുത്തത് ശിശുനാഗ വംശം എന്നതിൽ അതിൻ്റെ തലസ്ഥാനം വൈശാലി ആയിരുന്നു. ശിശുനാഗ രാജവംശത്തിൻ്റെ തലസ്ഥാനം വൈശാലി ആയിരുന്നു. അതുപോലെ ശിശുനാഗ രാജവംശം സ്ഥാപിച്ചത് ശിശുനാഗൻ ആണ്. 16 മഹാജനപദങ്ങളിൽ ഒന്നായിട്ടുള്ള അവധി മഗധയോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരിയാണ് ശിശുനാഗൻ. ഇനി ശിശുനാഗ രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു കാലശോകനും ശിശുനാഗനും. ഇനി കാകവർണൻ എന്നറിയപ്പെടുന്ന ശിശുനാഗ രാജാവായിരുന്നു കാലശോകൻ. കാലശോകൻ എന്നറിയപ്പെട്ടിരുന്നതും കാകവർണൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന ശിശുനാഗ രാജാവ് ആണ്. ഇനി അതിലെ തന്നെ മഗധ രാജവംശത്തിലെ തന്നെയുള്ള നന്ദ രാജവംശത്തെ കുറിച്ചാണ് നോക്കുന്നത്. ഇന്ത്യയിലെ സാമ്രാജ്യ ശില്പികൾ എന്നാണ് നന്ദ രാജവംശം അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയിലെ സാമ്രാജ്യ ശില്പികൾ. ഈ നന്ദ രാജവംശം സ്ഥാപിച്ചത് മഹാപത്മനന്ദൻ ആണ്. മഹാപത്മനന്ദനാണ് നന്ദ രാജവംശ സ്ഥാപകൻ. ഗ്രീക്ക് രേഖകളിൽ ധനനന്ദൻ എന്നറിയപ്പെട്ടിരുന്നത് അഗ്രാമസ് എന്ന പേരിലാണ്. ധനനന്ദൻ അറിയപ്പെട്ടിരുന്നത് അഗ്രാമസ് എന്ന പേരിലാണ് കേട്ടോ. ശക്തമായ സൈനിക സംവിധാനം ഉണ്ടായിരുന്ന മഗധ രാജവംശമായിരുന്നു നന്ദ രാജവംശം. ഇനി ഉഗ്രസേനൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നന്ദ രാജാവായിരുന്നു മഹാപത്മനന്ദൻ. അതുപോലെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു ക്ഷത്രിയരുടെ അന്തകൻ എന്നറിയപ്പെട്ടിരുന്നു. പിന്നെ രണ്ടാം പരശുരാമൻ എന്നെല്ലാം മഹാപത്മനന്ദൻ അറിയപ്പെട്ടിരുന്നു. നന്ദ രാജവംശ സ്ഥാപകനായിട്ടുള്ള മഹാപത്മനന്ദൻ അറിയപ്പെട്ടിരുന്ന പേരുകളായിരുന്നു ഉഗ്രസേനൻ, ക്ഷത്രിയരുടെ അന്തകൻ, രണ്ടാം പരശുരാമൻ എന്നിവ. ഇനി നന്ദ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ധനനന്ദൻ. ഇദ്ദേഹത്തെ ആയിരുന്നു ഗ്രീക്ക് രേഖകളിൽ അഗ്രാമസ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളുടെ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുമ്പോൾ മഗധയിലെ ഭരണാധികാരി കൂടിയായിരുന്നു ധനനന്ദൻ. ഓക്കെ, അത്രയാണ് നമുക്ക് മഗധ രാജവംശത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഗധ സാമ്രാജ്യത്തെക്കുറിച്ച് നോക്കാനുള്ളത്. അടുത്തത് നമുക്ക് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നോക്കാനുള്ളത്. മൗര്യ രാജവംശ സ്ഥാപകനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. ഈ ധനനന്ദനെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്തൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചിരുന്നത്. മൗര്യ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പാടലിപുത്രം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതിൽ ആരെയായിരുന്നു നമ്മൾ പാടലിപുത്ര നഗരത്തിൻ്റെ സ്ഥാപകൻ എന്നുള്ളത് പറഞ്ഞത്? ഓർമ്മയുള്ളവരൊന്ന് താഴെ കമൻറ്റ് ചെയ്തേ. പാടലിപുത്ര നഗരത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അറിയാവുന്നവർ ഒന്ന് വേഗം കമൻറ്റ് ചെയ്യുക. ആ പാടലിപുത്രമായിരുന്നു മൗര്യ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ളത്. ഇനി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച മന്ത്രിയായിരുന്നു ചാണക്യൻ. ഓക്കെ, ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെട്ടിരുന്നത് ചാണക്യൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകളായിരുന്നു കൗഡില്യൻ, അതുപോലെ വിഷ്ണുഗുപ്തൻ. വിഷ്ണുഗുപ്തൻ എന്നുള്ളത് ചാണക്യൻ്റെ യഥാർത്ഥ നാമമാണ്. ഇനി ചാണക്യൻ്റെ പ്രധാന കൃതിയായിരുന്നു അർത്ഥശാസ്ത്രം. ഈ മൗര്യ ഭരണത്തിൻ്റെ മാനുവൽ എന്നറിയപ്പെട്ട കൃതിയായിരുന്നു അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിലെ പ്രതിപാദ്യ വിഷയമായിരുന്നു രാഷ്ട്രതന്ത്രം. ഇനി അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്യാമശാസ്ത്രികൾ ആണ് കേട്ടോ. ഈ അർത്ഥശാസ്ത്രം അറിയപ്പെടുന്നത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഗസറ്റിയർ അല്ലെങ്കിൽ മാനുവൽ എന്നാണ് ഈ അർത്ഥശാസ്ത്രം അറിയപ്പെട്ടിട്ടുള്ളത്.
ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളി നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശമാണ് മൗര്യ സാമ്രാജ്യം. അതുപോലെ മൗര്യ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടമാണ് BC 321 മുതൽ BC 185 വരെ. ഓക്കെ, ഇനി പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് കനേഷുമാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു. പിന്നെ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. അതുപോലെ ഇന്ത്യയിലെ ഷിഹുവങ്തി എന്നും അറിയപ്പെടുന്നുണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ. അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭ അറിയപ്പെട്ടിരുന്നത് മന്ത്രിപരിഷത്ത് എന്നായിരുന്നു. മന്ത്രിപരിഷത്ത് എന്നുള്ളതായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭ അറിയപ്പെട്ടിരുന്നത്. ഇനി ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് ഭദ്രബാഹു എന്ന ആളാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ ഗ്രീക്ക് രേഖകളിൽ വിശേഷിപ്പിക്കുന്നത് സാൻഡ്രോകോട്ടസ് എന്നാണ്. സാൻഡ്രോകോട്ടസ് എന്നാണ് ഗ്രീക്ക് രേഖകളിൽ ചന്ദ്രഗുപ്ത മൗര്യനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനി ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്തായിരുന്നു ഇന്ത്യ സന്ദർശിച്ച ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു മെഗസ്തനീസ്. മെഗസ്തനീസിനെ ഇന്ത്യയിലേക്ക് അയച്ചത് സെല്യൂക്കസ് നിക്കേറ്റർ ആണ്. ഓക്കെ, അതുപോലെ ഇന്ത്യക്ക രചിച്ചത് മെഗസ്തനീസ് ആണ്. അദ്ദേഹം നമ്മളുടെ ഇന്ത്യയിലേക്ക് എത്തിയത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്താണ് എന്നുള്ളതൊന്ന് ഓർക്കുക. ഇനി ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിലെത്തിയത് ബിന്ദുസാരനാണ്. അമിത്രഘാതകൻ എന്നറിയപ്പെടുന്നത് ബിന്ദുസാരനാണ്. ഓക്കെ, മൗര്യന് ശേഷം, അതായത് ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്നത് ബിന്ദുസാരനാണ്. അമിത്രോകോട്ടസ് എന്നറിയപ്പെടുന്നതാണ് ബിന്ദുസാരൻ ഗ്രീക്ക് രേഖകളിൽ കേട്ടോ. അതുപോലെ തന്നെ അമിത്രഘാതകൻ, അതായത് ശത്രുക്കളുടെ നിഗ്രഹൻ എന്നറിയപ്പെടുന്ന ഭരണാധി കൂടിയായിരുന്നു ബിന്ദുസാരൻ. അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് മകനായിട്ടുള്ള അശോകൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബിന്ദുസാരന് ശേഷം അധികാരത്തിൽ വന്ന മകനായിട്ടുള്ള അശോകനെ കുറിച്ച് നോക്കാം. അശോകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ദുഃഖത്തിൽ നിന്നും മോചിതൻ എന്നാണ്. ഓക്കെ, അശോകൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ ദുഃഖത്തിൽ നിന്നും മോചിതൻ എന്ന് ഉള്ളത്. മൗര്യ രാജാവാകുന്നതിന് മുൻപ് അശോകൻ ഉജ്ജയിനിയിലെ രാജാവ് ആയിരുന്നു. ഓക്കെ, ദേവനാം പ്രിയ, പ്രിയദർശി രാജ എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടിരുന്നത് അശോകൻ ആയിരുന്നു. ഇനി അശോകന്റെ ഭരണ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് കലിംഗ ശാസനത്തിൽ ആണ്. ഇനി അശോകന്റെ ശിലാശാസനങ്ങൾ വായിച്ചെടുത്ത ചരിത്രകാരനായിരുന്നു ജെയിംസ് പ്രിൻസപ്പ്. ഓക്കെ, ശിലാശാസനങ്ങളിലൂടെ തൻ്റെ ആശയങ്ങൾ പ്രജകളിലേക്ക് എത്തിച്ച ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയായിരുന്നു അശോകൻ. അതുപോലെ മൗര്യ സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരി കൂടിയായിരുന്നു അശോകൻ. അശോകനെ ലോകത്തിലെ ഏറ്റവും മഹാനായ ചക്രവർത്തി എന്ന് വിശേഷിപ്പിച്ചത് HG വെൽസ് ആണ്. ഇനി BCE 261 കലിംഗ യുദ്ധം നടന്നിരുന്നത്. കലിംഗ യുദ്ധത്തിൽ അശോകൻ, കലിംഗ രാജാവ് എന്നിവരായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അശോകന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഈ കലിംഗ യുദ്ധം ആയിരുന്നു. അശോകനെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച സന്യാസിയായിരുന്നു ഉപഗുപ്തൻ. അതുപോലെ അശോകൻ സ്വീകരിച്ചിരുന്നത് ഹീനയാന ബുദ്ധമതം ആയിരുന്നു. ഇനി സാഞ്ചി, സാരാനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ സ്ഥാപിച്ച ചക്രവർത്തിയായിരുന്നു അശോകൻ. ബുദ്ധമത പ്രചാരണാർത്ഥം അശോകൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ ധർമ്മമഹാമത്രന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ധർമ്മമഹാമത്രന്മാർ എന്നുള്ളതായിരുന്നു ബുദ്ധമത പ്രചാരണാർത്ഥം അശോകൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെട്ടിരുന്നത്. ഇനി ശ്രീലങ്കയിൽ ബുദ്ധമതം പ്രചരിപ്പിച്ചത് അശോകന്റെ പുത്രിയായിരുന്നു സംഘമിത്ര. ഇനി മധ്യേഷ്യയിൽ ബുദ്ധമതം പ്രചരിപ്പിച്ച അശോകന്റെ മകനായിരുന്നു മഹേന്ദ്രൻ. ഇനി മൗര്യ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ബൃഹദ്രഥൻ. ഓക്കെ, മൗര്യ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ബൃഹദ്രഥൻ. ഇനി നമുക്ക് കുറച്ച് അശോകന്മാരുണ്ട്. ഓക്കെ, അതായത് അശോകൻ എന്നുള്ളതിനെ വെച്ചിട്ട് നമ്മൾ കുറേ പേര് പറയുന്നുണ്ട്. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കുശാന വംശത്തിലെ കനിഷ്കനാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രകൂട വംശത്തിലെ അമോഘവർഷനാണ്. ഇനി കേരള അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്, ആയി രാജവംശത്തിലെ വിക്രമാദിത്യ വരഗുണൻ. ഇനി ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത്
മാർത്താണ്ഡവർമ്മയായിരുന്നു. എന്നാൽ ചൈനീസ് അശോകൻ എന്നറിയപ്പെടുന്നത് തായ് ചു വാങ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാന കൃതികളായിരുന്നു അർത്ഥശാസ്ത്രം, അത് ചാണക്യനാണ് എഴുതിയത്. ഇനി ഇന്ഡിക്ക എന്നുള്ളത് മെഗസ്തനീസ് എഴുതി. മുദ്രരാക്ഷസം എന്നുള്ളത് വിശാഖദത്തൻ എഴുതി. ഇനി ജൈന ബുദ്ധമത സാഹിത്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അശോകന്റെ ശിലാശാസനങ്ങളിൽ നിന്നുമെല്ലാം തന്നെ നമ്മൾക്ക് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് സുംഗവംശത്തെക്കുറിച്ച് നോക്കാം. സുംഗവംശ സ്ഥാപകനായിരുന്നു പുഷ്യമിത്ര സുംഗൻ. സുംഗവംശത്തിന്റെ തലസ്ഥാനവും പാടലിപുത്രമായിരുന്നു. ഇനി പുഷ്യമിത്ര സുംഗം വധിച്ച മൗര്യ ചക്രവർത്തിയായിരുന്നു ബൃഹദ്രഥൻ. സേനാപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച സുഗരാജാവായിരുന്നു പുഷ്യമിത്ര സുംഗൻ. ഇനി അശ്വമേധയാഗം നടത്തിയ സുംഗ രാജാവായിരുന്നു പുഷ്യമിത്ര സുംഗൻ. ഇനി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് ഖരവേലൻ ആണ്. പുഷ്യമിത്ര സുംഗന്റെ കാലത്ത് ഇന്ത്യ ആക്രമിച്ച ഗ്രീക്ക് ഭരണാധികാരിയായിരുന്നു മെനാൻഡർ. ഇനി സാഞ്ചി സ്തൂപത്തിന് മുന്നിലെ കവാടം നിർമ്മിച്ചത് സുംഗ രാജവംശമായിരുന്നു. പുഷ്യമിത്ര സുംഗന് ശേഷം അധികാരത്തിൽ വന്നത് അഗ്നിമിത്ര സുംഗൻ ആയിരുന്നു. ഇനി അഗ്നിമിത്ര സുംഗൻ കാളിദാസന്റെ മാളവികാഗ്നിമിത്രം എന്ന നാടകത്തിലെ കഥാപാത്രമാണ്. നമ്മളിപ്പോൾ പറഞ്ഞു പുഷ്യമിത്ര സുംഗനെ പരാജയപ്പെടുത്തത് ഖരവേലനാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ ഖരവേലൻ എന്ന് അറിയപ്പെടുന്നത് ഭിക്ഷുരാജൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഖരവേലൻ അറിയപ്പെടുന്നത് ഭിക്ഷുരാജൻ എന്നാണ്. അദ്ദേഹം ജൈനമതം ഇന്ത്യയുടെ കിഴക്കു ഭാഗങ്ങളിൽ പ്രചരിപ്പിച്ച കലിംഗ രാജാവാണ് ഖരവേലൻ. ഓക്കെ, അപ്പൊ ഖരവേലൻ എന്നുള്ളത് ഒരു കലിംഗ രാജാവായിരുന്നു. അദ്ദേഹമാണ് നമ്മളുടെ ഈ പുഷ്യമിത്ര സുംഗനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ജൈനമതം ഇന്ത്യയുടെ കിഴക്കു ഭാഗങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹതിഗും ശാസനം പുറപ്പെടുവിച്ച കലിംഗ രാജാവായിരുന്നു ഖരവേലൻ. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഭിക്ഷുരാജൻ എന്ന പേരിലാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് കണ്വ രാജവംശം. കണ്വ വംശത്തിന്റെ സ്ഥാപകൻ വസുദേവ കണ്വനാണ്. ഇനി അവസാന സുംഗ രാജാവായിട്ടുള്ള ദേവഭൂതിയെ പരാജയപ്പെടുത്തി കണ്വ രാജവംശം സ്ഥാപിച്ചത് ഈ വസുദേവ കണ്വനാണ്. കണ്വ രാജവംശത്തിന്റെ പതനത്തിന് കാരണമായത് ശതവാഹന രാജവംശമാണ്. ഈ ശതവാഹനന്മാരെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിന് ശേഷം പടിഞ്ഞാറൻ ഇന്ത്യയിലും ഡക്കാനിലും മധ്യേന്ത്യയിലും ഉയർന്നു വന്ന ശക്തിയായിരുന്നു ശതവാഹനന്മാർ. ഈ ശതവാഹന വംശം സ്ഥാപിച്ചത് സിമുഖൻ ആണ്. സിമുഖൻ. ഇനി ശതവാഹനന്മാരുടെ തലസ്ഥാനം ആന്ധ്രയിലെ ശ്രീകാകുളത്ത് ആയിരുന്നു. പാശ്ചാത്യ വിന്ധ്യയുടെ അധീപൻ എന്നറിയപ്പെടുന്ന രാജാവായിരുന്നു ഗൗതമി പുത്ര ശതകർണി. ഓക്കെ, ഇനി ശതവാഹനന്മാരിലെ ഏറ്റവും പ്രമുഖനായിരുന്നു ഗൗതമി പുത്ര ശതകർണി. ഇനി അവരുടെ രാജകീയ മുദ്ര എന്ന് പറയുന്നത് കപ്പലായിരുന്നു. മാതാവിൻ്റെ പേര് സ്വന്തം പേരിനോട് ചേർക്കുന്ന രാജവംശമായിരുന്നു ശതവാഹന രാജവംശം. അതാണ് ഈ ഗൗതമി പുത്ര ശതകർണി എന്നുള്ള പേര്. ഗൗതമീൻ്റെ പുത്രനായിട്ടുള്ള ശതകർണി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം മാതാവിൻ്റെ പേര് സ്വന്തം പേരിനോട് ചേർക്കുന്ന രാജവംശമാണ് ശതവാഹന രാജവംശം എന്നുള്ളത് ഓർക്കുക. അടുത്തതാണ് കുഷാന രാജവംശം. കുഷാന വംശം സ്ഥാപിച്ചത് കജുല കാഡ് ഫിസസ് ആണ്. കജുല കാഡ് ഫിസസ് ആണ് കുഷാന വംശം സ്ഥാപിച്ചത്. അവരുടെ ഭരണകേന്ദ്രം കാശ്മീർ ആയിരുന്നു. ഇന്ത്യയിൽ വ്യാപകമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് ഈ കുഷാന രാജവംശമായിരുന്നു. അതിലെ കുഷാന വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. CE 78 കനിഷ്കൻ അധികാരത്തിൽ എത്തിയത്. ആ CE 78 തന്നെയാണ് ശകവർഷം ആരംഭിച്ചത്. അത് കനിഷ്കനായിരുന്നു ആരംഭിച്ചത്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാനത്തെ മാസം ഫാൽഗുണവുമാണ്. കനിഷ്കന്റെ ആദ്യകാല തലസ്ഥാനം പുരുഷപുരം അല്ലെങ്കിൽ പെഷവാർ ആയിരുന്നു. പിന്നെ പിൽക്കാല തലസ്ഥാനമായിരുന്നു മധുര. അശോകനു ശേഷം ബുദ്ധമതം പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ്? രണ്ടാം അശോകൻ എന്നാണ് കനിഷ്കൻ അറിയപ്പെട്ടിരുന്നത്. ഇനി ബുദ്ധന്റെ ചിത്രം അടങ്ങിയ നാണയം ഇന്ത്യയിൽ ആദ്യം പുറത്തിറക്കിയത് കനിഷ്കനായിരുന്നു. ഇനി കനിഷ്കൻ കാശ്മീരിൽ നിർമ്മിച്ച നഗരമായിരുന്നു കനിഷ്കാപുരം.
ഇനി 1957 മാർച്ച് 22 ആയിരുന്നു ആ ശകവർഷത്തെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ചത്. ഇനി കനിഷ്കനെ ബുദ്ധമതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് അശ്വഘോഷൻ ആണ്. മഹായാന ബുദ്ധമത വിഭാഗത്തെ ആയിരുന്നു കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. എന്നാൽ ഹീനയാന ബുദ്ധമതത്തെ ആയിരുന്നു നമ്മളുടെ അശോകൻ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇനി ബുദ്ധമതം ഹീനയാനം, മഹായാനം എന്നിങ്ങനെ പിളർന്ന സമയത്തെ ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. മധ്യേഷ്യ വരെ സാമ്രാജ്യപരിധിയിൽ ഉൾപ്പെടുത്തിയ ഏക ഇന്ത്യൻ രാജാവായിരുന്നു കനിഷ്കൻ. ഇനി ഗാന്ധാര കലാരീതി ഇന്ത്യയിൽ പ്രചരിച്ചപ്പോഴും കനിഷ്കനായിരുന്നു രാജാവ്. ഇനി കനിഷ്കന്റെ സദസ്സിലെ പ്രധാന ബുദ്ധ സന്യാസിമാരായിരുന്നു നാഗാർജുനനും അശ്വഘോഷൻ, വസുമിത്രൻ എന്നിവർ. ഇതിൽ ആ നാഗാർജുനനായിരുന്നു ഇന്ത്യൻ ഐൻസ്റ്റീൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി അശ്വഘോഷ് ആയിരുന്നു ബുദ്ധചരിതം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി ചരകനും ശുശ്രുതനും ഒക്കെ ജീവിച്ചിരുന്നത് കനിഷ്കന്റെ ഭരണകാലത്തായിരുന്നു. ഈ ശുശ്രുതൻ എന്നുള്ളവരായിരുന്നു ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത്. അതുപോലെ ചരക സംഹിത രചിച്ചത് ചരകനായിരുന്നു. ഈ കുഷാന വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു വസുദേവൻ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ഗുപ്ത രാജവംശം. ഗുപ്ത രാജവംശത്തിന് തുടക്കം കുറിച്ചത് ശ്രീഗുപ്തനാണ്. അതിലെ പ്രസിദ്ധനായിട്ടുള്ള ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ഗുപ്ത രാജവംശത്തിന് തുടക്കം കുറിച്ചത് ശ്രീഗുപ്തനാണ്. എന്നാൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത ഒന്നാമൻ. ഇനി ഗുപ്തവർഷം ആരംഭിച്ചത് CE 320 ആയിരുന്നു. ആ ഗുപ്തവർഷം ആരംഭിച്ച ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. പ്രയാഗയായിരുന്നു ഗുപ്തന്മാരുടെ തലസ്ഥാനം. പിന്നീട് അതിനെ ഉജ്ജയിനിയിലേക്ക് തലസ്ഥാനത്തെ മാറ്റിയിട്ടും ഉണ്ടായിരുന്നു. സംസ്കൃതമായിരുന്നു ഗുപ്തന്മാരുടെ ഔദ്യോഗിക ഭാഷ. അതുപോലെ അവരുടെ രാജകീയ മുദ്ര എന്ന് പറയുന്നത് ഗരുഡൻ ആയിരുന്നു. ഇനി ഗുപ്ത സാമ്രാജ്യത്തെ ബ്രാഹ്മണരുടെ ഭൂമി എന്ന് വിശേഷിപ്പിച്ചത് ഫാഹിയാൻ ആയിരുന്നു. ഈ ഗുപ്ത കാലഘട്ടത്തിലായിരുന്നു അജന്ത, എല്ലോറ ഗുഹകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഗുപ്ത കാലഘട്ടമായിരുന്നു ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഇന്ത്യ ചരിത്രത്തിലെ പെരിക്ലിയൻ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഗുപ്ത കാലഘട്ടത്തെയാണ്. ഓക്കെ, ഇന്ത്യ ചരിത്രത്തിലെ പെരിക്ലിയൻ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗുപ്ത കാലഘട്ടമാണ്. ഇനി അതുപോലെ ഹിന്ദു മതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നതും ഗുപ്ത കാലഘട്ടത്തെ ആയിരുന്നു. അതുപോലെ ഭാരതീയ സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നതും ഗുപ്ത കാലഘട്ടം തന്നെയാണ്. അതുപോലെ രാമായണം, മഹാഭാരതം, പഞ്ചതന്ത്രം, വേദങ്ങൾ തുടങ്ങിയവ ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റിയതും ഗുപ്ത കാലഘട്ടത്തിലാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുപ്ത വംശത്തെ സാമ്രാജ്യമാക്കി ഉയർത്തിയ രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. മഹാരാജാതിരാജ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവും ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ഇനി ചന്ദ്രഗുപ്തൻ ഒന്നാമന്റെ തലസ്ഥാന നഗരിയായിരുന്നു പാടലിപുത്രം. അതുപോലെ ഗുപ്തവർഷത്തിന് തുടക്കം കുറിച്ചതും ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ഈ ഗുപ്തവർഷം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു AD 320 ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഗുപ്ത രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിട്ടുള്ള സമുദ്രഗുപ്തനെ കുറിച്ചാണ്. അദ്ദേഹം ഇന്ത്യൻ നെപ്പോളിയൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ സ്മിത്ത് ആയിരുന്നു. ഇനി ദേവന്മാർക്ക് തുല്യൻ എന്ന വിശേഷണമുള്ള ഭരണാധികാരിയായിരുന്നു സമുദ്രഗുപ്തൻ. പിന്നെ കവിരാജ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഈ സമുദ്രഗുപ്തൻ രചിച്ച ഗ്രന്ഥമായിരുന്നു കൃഷ്ണചരിതം. സമുദ്രഗുപ്തൻ വീണ വായനയിൽ തൽപരനായിട്ടുള്ള ഗുപ്ത രാജാവ് ആയിരുന്നു. കപ്പലിന്റെ ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള സ്വർണ്ണ നാണയം പുറത്തിറക്കിയ ഗുപ്ത ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ. പിന്നെ അതുപോലെ തെക്കേ ഇന്ത്യ ആക്രമിച്ച ഗുപ്ത ഭരണാധികാരിയും അദ്ദേഹം തന്നെയാണ്. ലിച്ചാവി ദൗഹിത്ര എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവാണ് സമുദ്രഗുപ്തൻ. ഇനി സമുദ്രഗുപ്തനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അലഹാബാദ് ശാസനത്തിൽ ആണ്. ഇനി ആ അലഹാബാദ് ശാസനത്തിന്റെ രചയിതാവ് ഹരിസേനൻ ആയിരുന്നു. ഈ 100 യുദ്ധങ്ങളുടെ നായകൻ എന്ന് സമുദ്രഗുപ്തനെ വിശേഷിപ്പിച്ചത് ഈ ഹരിസേനൻ ആണ്. 100 യുദ്ധങ്ങളുടെ നായകൻ എന്ന് സമുദ്രഗുപ്തനെ വിശേഷിപ്പിച്ചത് അലഹാബാദ് ശാസനത്തിന്റെ രചയിതാവായിട്ടുള്ള ഹരിസേനൻ ആയിരുന്നു.
അടുത്ത നമുക്ക് ചന്ദ്രഗുപ്തൻ രണ്ടാമനെ കുറിച്ച് നോക്കാം. വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നതാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ശാകന്മാരെ പരാജയപ്പെടുത്തിയ ഗുപ്തരാജാവായിരുന്നു വിക്രമാദിത്യൻ. അതുകൊണ്ട് തന്നെ ശകാരി എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യനാണ്. അതുപോലെ പ്രയാഗിൽ നിന്നും ഉജ്ജയിനിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് വിക്രമാദിത്യനാണ്. ഓക്കെ, ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നാടകകൃത്താണ് വിശാഖദത്തൻ. വിശാഖദത്തൻ രചിച്ച നാടകമായിരുന്നു ദേവി ചന്ദ്രഗുപ്തം. ദേവി ചന്ദ്രഗുപ്തത്തിൽ പ്രതിപാദിക്കുന്നത് ഈ വിക്രമാദിത്യനെ തന്നെയാണ്. ഈ ചന്ദ്രഗുപ്തൻ പരാജയപ്പെടുത്തിയ ശാകരാജാവായിരുന്നു രുദ്രസിംഹൻ. ഇനി ഡൽഹിയിൽ മെഹ്റൗളി ശാസനം പുറപ്പെടുവിച്ച രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഇനി വിക്രമാദിത്യന്റെ സൈനിക വിജയങ്ങൾ പരാമർശിക്കുന്നത് മെഹ്റൗളി ശാസനത്തിൽ ആയിരുന്നു. ദേവരാജൻ എന്നറിയപ്പെട്ട ഗുപ്തരാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ആയിരുന്നു ഫാഹിയാൻ. ഇനി വിക്രമാദിത്യന്റെ സദസ്സ് അലങ്കരിച്ചിരുന്ന പണ്ഡിത സദസ്സായിരുന്നു നവരത്നങ്ങൾ. നവരത്നങ്ങൾ എന്ന് പറയുന്നത് കാളിദാസൻ, ധന്വന്തരി, അമരസിംഹൻ, ശംഖു, ക്ഷപണകൻ, വേതാളഭട്ടി, ഘടകർപ്പരൻ, വരരുചി, വരാഹമിഹിരൻ എന്നിവർ. ചന്ദ്രഗുപ്തൻ രണ്ടാമന് ശേഷം അല്ലെങ്കിൽ വിക്രമാദിത്യനു ശേഷം കുമാരഗുപ്തൻ ഒന്നാമനായിരുന്നു അധികാരത്തിൽ വന്നിരുന്നത്. അദ്ദേഹമായിരുന്നു നളന്ദ സർവകലാശാല സ്ഥാപിച്ചിരുന്നത്. ഹൂണന്മാര് ഇന്ത്യ ആക്രമിച്ച സമയത്തെ ഗുപ്തരാജാവായിരുന്നു കുമാരഗുപ്തൻ. ആയുർവേദം എന്ന ഗ്രന്ഥം ധന്വന്തരിയാണ് രചിച്ചത്. അത് നമ്മളുടെ കുമാരഗുപ്തന്റെ കാലഘട്ടത്തിൽ ആയിരുന്നു. ഇനി ഇന്ത്യൻ വാനശാസ്ത്രത്തിന്റെ പിതാവായിരുന്നു വരാഹമിഹിരൻ. ഭാരതീയ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ധന്വന്തരി ആയിരുന്നു. അതുപോലെ അമരകോശത്തിന്റെ രചയിതാവായിരുന്നു അമരസിംഹൻ. ഇനി ആര്യഭടൻ എന്നുള്ളതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. ആര്യഭടൻ ജനിച്ചത് കൊടുങ്ങല്ലൂര് അല്ലെങ്കിൽ അശ്മകം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യഭടനാണ്. അതുപോലെ ദശാംശ സമ്പ്രദായം ആദ്യം ഉപയോഗിച്ച വ്യക്തിയാണ് ആര്യഭടൻ. അതുപോലെ ഇന്ത്യയിൽ പൈയുടെ മൂല്യം കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ആര്യഭടന്റെ പ്രസിദ്ധമായ കൃതികളായിരുന്നു ആര്യഭടീയം, സൂര്യസിദ്ധാന്തം എന്നിവ. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹത്തിന് പേര് നൽകിയത് നമ്മളെ ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമായിരുന്നു. ഇനി അടുത്തതാണ് ഹൂണന്മാർ. ഹൂണ രാജവംശത്തിലെ ആദ്യ രാജാവായിരുന്നു തോരമാന. അതുപോലെ ഹൂണന്മാരിൽ പ്രധാനിയായിരുന്നു മിഹിരകുലൻ. ഇനി കിഴക്കിൻ്റെ ആറ്റില എന്നറിയപ്പെട്ടിരുന്നത് മിഹിരകുലൻ ആയിരുന്നു. ഇത്രയാണ് ഹൂണ രാജവംശത്തെക്കുറിച്ച് നമുക്ക് നോക്കാനുള്ളതുള്ളൂ. അടുത്തത് ചാലൂക്യന്മാർ. ചാലൂക്യ വംശം സ്ഥാപിച്ചത് പുലികേശി ഒന്നാമനാണ്. അവരുടെ തലസ്ഥാനം വാതാപി ആയിരുന്നു. അത് ചാലൂക്യ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് എന്ന് പറയുന്നത് പുലികേശി രണ്ടാമനാണ്. കീർത്തിവർമ്മൻ ഒന്നാമൻ്റെ മകനായിരുന്നു ഈ പുലികേശി രണ്ടാമൻ എന്നുള്ളത്. വടക്ക് നർമ്മദ തീരത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ ഹർഷവർദ്ധനനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവാണ് പുലികേശി രണ്ടാമൻ. ഇനി പുലികേശി രണ്ടാമനെ പരാജയപ്പെടുത്തിയ പല്ലവ വംശരാജാവായിരുന്നു നരസിംഹവർമ്മൻ ഒന്നാമൻ. പുലികേശി രണ്ടാമന്റെ സദസ്സ് സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായിരുന്നു ഹുയാങ്സൻ. അതുപോലെ അവസാന ചാലൂക്യ രാജാവാണ് കീർത്തിവർമ്മൻ രണ്ടാമൻ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പുലികേശി രണ്ടാമൻ ഹർഷവർദ്ധനെ വടക്ക് നർമ്മദ തീരത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ ആ ഹർഷവർദ്ധൻ എന്നുള്ളത് പുഷ്യഭൂതി വംശത്തിലെ രാജാവായിരുന്നു. ആ പുഷ്യഭൂതി വംശത്തിലെ പ്രശസ്തനായ രാജാവാണ് ഹർഷവർദ്ധനൻ. ശിലാദിത്യൻ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നായിരുന്നു ഹർഷവർദ്ധൻ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഉത്തരേന്ത്യയിലെ അവസാന ഹിന്ദു ചക്രവർത്തിയാണ് ഹർഷവർദ്ധൻ. ഹർഷവർദ്ധനന്റെ ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ടൻ. ആ ബാണഭട്ടന്റെ പ്രധാന കൃതികളാണ് ഹർഷചരിതം, കാദംബരി, പാർവതി പരിണയം എന്നിവ. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് പ്രതിഹാരന്മാരെ കുറിച്ച്. ഗുർജാര, പ്രതിഹാര എന്നറിയപ്പെട്ടിരുന്ന രാജവംശമായിരുന്നു പ്രതിഹാര രാജവംശം. അവരുടെ തലസ്ഥാനം കനൗജാണ്. പ്രതിഹാര വംശ സ്ഥാപകൻ നാഗഭട്ട ഒന്നാമനാണ്.
പ്രതിഹാര വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവായിരുന്നു മിഹിര ഭോജൻ. അതുപോലെ പ്രതിഹാര വംശത്തിലെ അവസാന രാജാവായിരുന്നത് രാജ്യപാല എന്ന രാജാവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്ത്യ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന രാജവംശങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാ രാജവംശങ്ങളെക്കുറിച്ചും ഒന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ എടുത്തിട്ടുണ്ടായിരുന്ന രാജവംശങ്ങളിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ ആ ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും എല്ലാമാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് അധികം വരാത്ത ഏരിയാസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വേഗം അത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതിയായിരിക്കും. അപ്പം നമ്മളുടെ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ ഇത്രയും പോർഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ മധ്യകാല ഇന്ത്യ ചരിത്രം പഠിച്ചു. അതുപോലെ തന്നെ ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെക്കുറിച്ച് പഠിച്ചു. അതുപോലെ കേരള ചരിത്രത്തിൽ നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മളുടെ എക്സാം നമ്മൾ നാളെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ 3 ടോപ്പിക്കിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാനാണ് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളത്തെ എക്സാമിൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ 3 ടോപ്പിക്കുകളും നന്നായി തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.